Hi guys! വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് പാച്ചസ്, ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് വെറും 7 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുകാർ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന മെത്തേഡിലല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടും കേട്ടോ. അതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണിത്. അപ്പോൾ വീഡിയോ ഓയിൽ സ്കിൻ ടൈപ്പ് വരെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി അതല്ല, ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫേസ് കേടുവരുത്തരുത് കേട്ടോ. ചേച്ചി പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ഓടിക്കേറി ചെന്ന് അങ്ങ് ചെയ്തേക്കരുത്. നിങ്ങളുടെ സ്കിന്നിന് പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചാനലിൽ വേറെയും കുറേ ടിപ്സും കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം മനസ്സിലേക്ക് കണ്ടുവേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, ഇതെങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് അതിൻ്റെ ആ ഒരു തോലൊക്കെ റിമൂവ് ആക്കിയിട്ട് നല്ല രീതിക്ക് കഴുകി അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊണ്ടുവരിക. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ തേങ്ങാപ്പീരയാണ് തേങ്ങ ചുരണ്ടിയെടുത്തത് കേട്ടോ. ഏകദേശം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. ഞാൻ ഈ കാണിക്കുന്ന രീതിക്കുള്ള അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിന്, ചെറിയൊരു ഉരുളക്കിഴങ്ങിന് 2 ടേബിൾ സ്പൂൺ തേങ്ങയുടെ ആ ഒരു പീരെടുക്കുക, തേങ്ങ ചുരണ്ടി ചെയ്തെടുക്കുക കേട്ടോ. അത്ര മാത്രം മതി. അപ്പോൾ മനസ്സിലായാലോ, ഓയിൽ സ്കിന്നുകാർക്ക് മനസ്സിലായാലോ എന്താണ് ഇവിടെ പണി കിട്ടാൻ പോകുന്നതെന്നുള്ളത്. അത് തന്നെ, നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്ന സമയത്ത് ചില ഓയിൽ സ്കിന്നുകാർക്ക് സൂട്ടാവും, ചിലർക്ക് അത് സൂട്ടാവില്ല, പിമ്പിൾസ് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സി ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ നമ്മുടെ ഈ ഒരു ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ അല്പം വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള വെള്ളമല്ല, തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അത് ഇത് അറിയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മഷി പോലെ അങ്ങ് അരച്ചു കൊണ്ടുവരിക. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു റെമഡി റെഡി. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ, വളരെ ഈസിയാണ്. നമുക്ക് ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. നമ്മൾ എന്നും കറി വയ്ക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ നമ്മൾ അതിനടുത്ത് മാറ്റേണ്ട പണി മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ഉരുളക്കിഴങ്ങ് അത് പെട്ടെന്ന് വെച്ച് കഴുകി നമുക്ക് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ റെമഡി റെഡി കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഫ്രഷപ്പ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അത് തന്നെ എടുത്തു വെക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടോട്ടൽ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യും കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഞാൻ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ടായിരിക്കും ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുക. ഫേസിലേക്ക് ആണെങ്കിൽ ഇതേപടി അങ്ങ് ഉപയോഗിക്കും കേട്ടോ. ഒരു മാറ്റവും ഇല്ല. നമ്മൾ തേങ്ങാപ്പീര അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് നമ്മുടെ തേങ്ങ പൊട്ടിച്ച വെള്ളം, ഇത് മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനത് പിന്നീട് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം കേട്ടോ. അത് ചേരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെമഡി എന്ന് പറയുന്നത്. ഇനി നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്കൊരു മസാജ് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കഴുകാൻ നേരം നിങ്ങൾ മസാജ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിത് ഇട്ട് ഒരു 15 മിനിറ്റ് നേരം വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. 15 മിനിറ്റിൽ കൂടുതൽ ആരും വെക്കേണ്ട കാര്യമില്ല. ഒരു 15 മിനിറ്റ് മാത്രം മതി കേട്ടോ. അത് വെച്ചതിന് ശേഷം നമുക്ക് കഴുകുന്ന സമയത്ത് മസാജ് കൊടുത്ത് കഴുകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടുന്ന സമയത്ത് ആദ്യം ഒരു മസാജ് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ലീവ് ചെയ്യാനായിട്ട് സമയം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്ത് വരാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് ഈ രീതിക്ക് നമുക്ക് ഡ്രൈ സ്കിന്നുകാർ, നോർമൽ സ്കിന്നുകാർ, പിമ്പിൾസ് ഒന്നും വരില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഈ രീതിക്ക് അങ്ങ് തുറന്നു പോകാം. ഇനി ഓയിൽ സ്കിൻ ടൈപ്പുകാരുടെ കാര്യം ഞാൻ പറയാൻ വരുന്നത്. ഓയിൽ സ്കിന്നുകാരാണ് ഈ രീതിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 3 കാര്യങ്ങൾ കൂടി ചേർത്തിട്ടുള്ള ഒരു പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കഴുകാൻ നേരം നിങ്ങൾ ചുടുവെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ മുൾട്ടാണി മിറ്റീൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കടലപ്പൊടി ഉപയോഗിച്ചിട്ട്, കടലമാവില്ലേ, അത് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് കഴുകി വരാവുന്നതാണ് കേട്ടോ. അതല്ലാത്ത നോർമൽ സ്കിന്നുകാരോ ഡ്രൈ സ്കിന്നുകാരോ ഒന്നും തന്നെ കടലപ്പൊടിയോ മുൾട്ടാണി മിറ്റോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് നോർമലായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇത് ഓയിൽ സ്കിന്നുകാരുടെ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ മുൾട്ടാണി മിട്ടി നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ ആ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് കഴുകി കൊണ്ടുവരാം. എന്നതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടവലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ഫേസ് നന്നായിട്ട് തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ജെല്ല്, ആലോവേറ ജെല്ല് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാത്തവർ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഒരുക്കുകയാണെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പാക്ക് നമുക്ക് ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നാളെ ഉപയോഗിക്കരുത്.
മറ്റന്നാളെ വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അങ്ങ് ഫോളോ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നോർമൽ സ്കിൻ ആരാണെങ്കിലും ഡ്രൈ സ്കിൻ ആരാണെങ്കിലും നമ്മൾ എന്തൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കഴുകി വരാൻ നേരം നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത്രയും സൂപ്പറായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നിർബന്ധമില്ല, കാരണം അത്രയും നല്ലൊരു മോയ്സ്ചറായിട്ട് നമുക്ക് ഇന്ന് നിൽക്കും ഈ ഒരു തേങ്ങാപ്പാൽ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.